അടിപൊളി മൂവി. മോളിവുഡിന്റെ KGF എന്നാണ് പറയാം. അത്രയ്ക്ക് ടെക്നിക്കൽ വൈസ് ആയാലും മേക്കിംഗ് ക്വാളിറ്റി ആയാലും അടിപൊളി. പ്രൊഡക്ഷൻ ക്വാളിറ്റി, പൃഥ്വിരാജ് രാജുവേട്ടന്റെ ഡയറക്ഷൻ അമ്പോ. പിന്നെ സെക്കൻഡ് ഹാഫിൽ ലാലേട്ടന്റെ ഒരു സംഭവം ഉണ്ട്, അമ്പോ. കണ്ട് ഡോണ്ട് മിസ് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. തിയേറ്റർ വന്ന് മസ്റ്റ് വാച്ച് എക്സ്പീരിയൻസ്. പക്ക പക്ക ഏതൊരു ജനറേഷനും അത് അനുഭവിച്ചറിയാനുള്ള അത്രയ്ക്ക് എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. ലൂസിഫർ കമ്പയർ ചെയ്യുമ്പോഴേ ലൂസിഫർ വേറെ ലീഗ്, ഇത് വേറെ സാധനം. ഹോളിവുഡ് സാധനമാണ്, അടിപൊളി സാധനം. എക്സ്പെക്ട് ചെയ്ത സംഭവം കിട്ടിയ എക്സ്പെക്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ലൂസിഫറിന് ആ ഒരു സ്ലോ പേസ് ഇല്ലേ, അങ്ങനെ സ്റ്റെപ്പ് ബൈ ഹൈ മൂവ്മെന്റ് അങ്ങനെ കയറി വരുന്നുണ്ട്. L3ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരു ലെവൽ L3യുടെ ഒരു തുടക്കം വെച്ചിട്ടുണ്ട്. പിന്നെ മുരളി ഗോപിയുടെ റൈറ്റിംഗ് നന്നായിട്ടുണ്ട്. മ്യൂസിക് നമുക്ക് എണ്ണക്കാൻ തോന്നുന്നില്ല, അത്രയും നന്നായിട്ട് മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. ലുക്ക് കിട്ടുന്ന ലുക്ക്, ലാലേട്ടൻ രക്ഷയില്ല. പിന്നെ അത്ര തന്നെ ഒരു ലെവലില് പൃഥ്വിരാജും ചെയ്തിട്ടുണ്ട്. നമ്മളങ്ങ് ഇൻവോൾവ് ആയി പോകും. സെക്കൻഡ് ഹാഫ് ആണ് പടം പൊക്കുന്നത്. ഫസ്റ്റ് ഹാഫിനെക്കാട്ടിലും സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങ് ഇൻവോൾവ് ആയി പോകും. ഫുൾ ജസ്റ്റിസ് ലൂസിഫറിന്റെ ആ ലെവൽ വരെ എത്തിയിട്ടുണ്ട്. ആൻഡ് ഞാൻ എന്താണ് ഓരോ ദിവസം അങ്ങ് യങ് ആയിക്കൊണ്ടിരിക്കുന്ന പോലെ ലാലേട്ടൻ തോന്നുന്നു. 47 ഇയേഴ്സ് നമ്മുടെ ആ ഒരു ചെറിയ തോളയിൽ തന്നെ ഇപ്പോഴും ഇൻഡസ്ട്രിയെ കൊണ്ടുപോകുന്നതിന് ഹാറ്റ്സ് ഓഫ് ആണ്. ആൻഡ് ഓവറോൾ കിടലം എക്സ്പീരിയൻസ് ആയിരുന്നു. കിടലായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് നല്ല രസമുണ്ടായിരുന്നു സത്യം പറഞ്ഞു. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോ ഇച്ചിരി ഹോളിവുഡ് ലെവലിൽ പിടിക്കാൻ നോക്കിയപ്പോ ചെറുതായിട്ട് വെച്ചാൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത ലൂസിഫറിന്റെ പൊളിറ്റിക്കൽ ആയതുകൊണ്ട് മാസ് ഡയലോഗുകൾ അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്. ഇതിൽ ഇച്ചിരി ബ്ലഡ്, വയലൻസ്, ആക്ഷൻ സീക്വൻസുകളൊക്കെ ഉള്ളിൽ പിടിക്കാൻ നോക്കിയോണ്ട് ഇച്ചിരി സെക്കൻഡ് ഹാഫിലാകട്ടെ. എന്നാലും ഫസ്റ്റ് ഹാഫ് ഒക്കെ ആയതുകൊണ്ട്